നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ബേക്കലിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 1 കോടി രൂപ പിടികൂടി. മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൾ ഖാദറിൽ നിന്നാണ് 1 കോടി രൂപ കണ്ടെടുത്തത്. ബിജെപി സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി കാസർഗോഡ് ജില്ലയിലെത്തിയ രാജീവ് ചന്ദ്രശേഖറിന് ഉജ്ജ്വല സ്വീകരണം. RK മാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസിത കേരള കൺവെൻഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ബാക്രബൈലിൽ യുവാവിന് വെടിയേറ്റ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസമാണ് ബാക്രബൈൽ സ്വദേശി സവാദിന് പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് വെടിയേറ്റത്. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ പോലീസ് തെയ്യം. പടന്നക്കാട് പാനൂക്കാവിലാണ് തെയ്യാട്ടത്തിലെ അപൂർവ കാഴ്ചയായ കാക്കിയണിഞ്ഞ പോലീസ് തെയ്യം ഭക്തർക്കിടയിലെത്തിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹനമോഷ്ടാക്കൾ പെരുകുന്നു. പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ കള്ളത്താക്കോൽ ഉപയോഗിച്ച് കടത്താനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. വീട് നിർമ്മാണ അനുമതി നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ CPIM ഒഴിഞ്ഞവളപ്പ് ബ്രാഞ്ച് കമ്മിറ്റി കൃഷിഭവനിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ചിൽ പ്രതിഷേധം വിരമിച്ചു. മായത്തി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനും പൊങ്കാല സമർപ്പണത്തിനും താഴേക്കാവിൽ കളിയാട്ടത്തിനും സമാപനമായി. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ബേക്കലിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 1 കോടി രൂപ പിടികൂടി. കാറിൽ കൊണ്ടുപോവുകയായിരുന്ന തുക തൃക്കണ്ണാട് വെച്ചാണ് പോലീസ് പിടികൂടിയത്. മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൾ ഖാദറിൽ നിന്നാണ് 1 കോടി രൂപ കണ്ടെടുത്തത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ വൻ കുഴൽപ്പണവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 1 കോടിയിൽ അധികം രൂപയുമായി ഒരാൾ പിടിയിൽ. മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൾ ഖാദറിൽ നിന്നാണ് 1 കോടി രൂപ കണ്ടെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിന്റെ രഹസ്യ അറയിൽ നിന്നാണ് 1.20 കോടി രൂപ കണ്ടെത്തിയത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ള പണമാണ് പിടികൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി. രാവിലെ 8:30 മണിയോടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിലെ ബേക്കൽ തൃക്കണ്ണാടിന് സമീപത്താണ് കുഴൽപ്പണവേട്ട നടന്നത്. നമ്മൾ ബേക്കൽ പോലീസ് സ്റ്റേഷൻ SP-ൻ്റെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധന നടത്താറുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് രാവിലെ വാഹന പരിശോധന നടത്തുന്ന സമയത്താണ് ഈ ഒരു വണ്ടി സംശയാസ്പദമായിട്ട് തോന്നിയിട്ട് അത് നിർത്തി പരിശോധിക്കാൻ ചെയ്തത്. അത് പരിശോധിച്ചതിൽ നമുക്ക് ഏകദേശം രേഖകളില്ലാത്ത 1,17,50,000 രൂപ ലഭിച്ചു. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് സീഷർ ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ആളെയും പൈസയും കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി തുടർ നടപടികൾ ഇതിന് ശേഷം എടുക്കുന്നതായിരിക്കും. ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ബേക്കൽ DYSP VV മനോജ്, ഇൻസ്പെക്ടർ KP ഷൈൻ, SIമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത്. നേരത്തെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ അനധികൃതമായി പണം പിടികൂടിയെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും വലിയ തുക പിടികൂടുന്നതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കുന്ന്. ബിജെപി സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി കാസർഗോഡ് ജില്ലയിലെത്തിയ രാജീവ് ചന്ദ്രശേഖറിന് ഉജ്ജ്വല സ്വീകരണം. RK മാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസിത കേരള കൺവെൻഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കോൺഗ്രസ് നടപ്പിലാക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ കാസർഗോഡ് വികസിത് കേരള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ തീവ്രവാദികളെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ ഇസ്ലാമോഫോബിയ ആകും? കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇതിൽ നിന്ന് വ്യക്തമാണ്. പൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ മതം ചോദിച്ചു വെടിവെച്ചു കൊന്ന പാകിസ്ഥാൻ തീവ്രവാദത്തെ എതിർത്തപ്പോൾ കോൺഗ്രസും CPMും പാകിസ്ഥാന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇരു പാർട്ടികളുടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതിലൂടെ വെളിവാകുന്നത്. ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന നുണ പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പ്രത്യയശാസ്ത്രങ്ങൾ തകർന്നടിഞ്ഞപ്പോൾ ഇപ്പോൾ CPM മിനി കോൺഗ്രസായി മാറിയിരിക്കുകയാണ്. കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന് കടം വാങ്ങാതെ ഒരു ദിവസം പോലും മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ആശാവർക്കർമാരുടെ വേതന വർധനവ്, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ ഒന്നും തന്നെ നൽകാൻ കഴിയുന്നില്ല. കേരളത്തിന് ആകെ കാണിക്കാനുള്ളത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയപാത വികസനം മാത്രമാണ്. മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ പണക്കാരായ മുസ്ലിം വിഭാഗത്തിന് മാത്രമായുള്ള സംഘടനയായി മാറി. അതാണ് വഖഫ് ബോർഡ് ബില്ലിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി BJP മുന്നോട്ട് വയ്ക്കുന്നത് വികസിത കേരളമാണ്. എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുക എന്നതാണ് മാറ്റം കൊണ്ടുവരാൻ BJP ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന ദൗത്യമാണ് ലക്ഷ്യമിടുന്നത്.
4 കോടി ജനങ്ങളുടെ വികസനം, ക്ഷേമം തുടങ്ങിയവയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വികസനം എന്ന രാഷ്ട്രീയ വാഗ്ദാനമല്ല, മറിച്ച് ജനങ്ങളുടെ കഷ്ടതകൾക്ക് പരിഹാരം കാണുക, യുവാക്കളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന വികസനമാണ് BJP-യുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. കടം എടുക്കാണ്ട് ഒരു ഇഞ്ച് പോകാൻ പറ്റാത്തൊരു സർക്കാരാണ് സംസ്ഥാന സർക്കാർ. ആശാ വർക്കേഴ്സ്, നമ്മുടെ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് 100 രൂപ ശമ്പളം വർദ്ധിക്കുന്ന ഒരു റിക്വസ്റ്റ് മുമ്പോട്ട് വെക്കുമ്പോൾ അതിന് കൊടുക്കാൻ കാശില്ല, താല്പര്യമില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല. ഗവൺമെന്റ് പെൻഷനേഴ്സിന്റെ പെൻഷൻ വരുന്നത് 5-6 മാസങ്ങൾ. ഒരു ഒറ്റ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ഇതുവരെ 9 കൊല്ലത്തിലൊന്നും ചെയ്തിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഞാനല്ല പറഞ്ഞത്, BJP-കാരല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യ അലയൻസിന്റെ അവരുടെ പാർട്ട്ണർ അസംബ്ലിയിൽ പറഞ്ഞത് ആകെ ഈ നാട്ടിൽ നടന്നത് ഒരു ഹൈവേ ആണ്. ആ ഹൈവേ ചെയ്തത് നിതിൻ ഗഡ്കരി ചെയ്യും, നരേന്ദ്രമോദി ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ML അശ്വനി അധ്യക്ഷയായി. BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി, നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, K രഞ്ജിത്ത്, S സുരേഷ്, മീഡിയ പ്രഭാരി അനൂപ് ആന്റണി, ദേശീയ കൌൺസിൽ അംഗം M സഞ്ജീവ ഷെട്ടി, മുൻ ജില്ലാ പ്രസിഡന്റുമാരായ രവീശ തന്ത്രി കുണ്ടാർ, അഡ്വക്കേറ്റ് V ബാലകൃഷ്ണ ഷെട്ടി, അഡ്വക്കേറ്റ് M നാരായണ ഭട്ട്, V രവീന്ദ്രൻ, മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ സ്വാഗതവും മനുലാൽ മേലത്ത് നന്ദിയും പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി കാസർഗോഡ് എത്തിയ സംസ്ഥാന പ്രസിഡന്റിനെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ബാക്രബയലിൽ യുവാവിന് വെടിയേറ്റ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസമാണ് ബാക്രബയൽ സ്വദേശി സവാദിന് പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് വെടിയേറ്റത്. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സവാദ് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാക്രബയലിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബാക്രബയൽ സ്വദേശിയായ സവാദിന് വെടിയേറ്റത്. ബൈക്കിൽ യാത്ര ചെയ്യവേ കുറ്റിക്കാട്ടിനുള്ളിൽ വെളിച്ചം കണ്ട് നിർത്തി അന്വേഷിക്കുമ്പോഴാണ് വെടിയേറ്റത്. പ്രദേശത്ത് നേരത്തെ നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ വെടിവെച്ചതാകാമെന്നായിരുന്നു നിഗമനം. മഞ്ചേശ്വരം പോലീസ് എത്തി വിശദമായി പരിശോധിച്ചപ്പോഴാണ് പന്നിക്ക് വെച്ച കെണിയിൽ നിന്നാണ് വെടിയേറ്റതെന്ന് സ്ഥിരീകരിച്ചത്. പരിക്കേറ്റ സവാദിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഇയാൾ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. കെണി ആരാണ് സ്ഥാപിച്ചത് എന്നത് ഇതുവരെ കണ്ടെത്താനായില്ല. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ പോലീസ് തെയ്യം. കാസർഗോഡ് പടന്നക്കാട് പാനൂക്കാവിലാണ് തെയ്യാട്ടക്കാലത്തിലെ അപൂർവ കാഴ്ചയായി കാക്കിയണിഞ്ഞ പോലീസ് തെയ്യം ഭക്തർക്കിടയിലെത്തിയത്. ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടിയമ്മയുടെയും പോലീസ് തെയ്യത്തിന്റെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആയിരങ്ങളാണ് കളിയാട്ടക്കാവിലെത്തിയത്. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കാക്കി പാൻസും ഷർട്ടും ബെൽറ്റും തൊപ്പിയും അണിഞ്ഞ പോലീസ് വേഷത്തിലാണ് തെയ്യം അരങ്ങിലെത്തുന്നത്. പടന്നക്കാട് പാനൂക്കാവിലാണ് തെയ്യാട്ടത്തിന്റെ അപൂർവ കാഴ്ചയൊരുക്കുന്ന പോലീസ് തെയ്യം കെട്ടിയാടുന്നത്. മുഖത്തെഴുത്തുള്ളത് കൊണ്ട് മാത്രമാണ് തെയ്യക്കോലമാണെന്ന് മനസ്സിലാവുക. ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ജോലിയെല്ലാം ഈ തെയ്യം ചെയ്യും. ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കും, വിസിൽ മുഴക്കി മുന്നറിയിപ്പ് നൽകും, നിയമലംഘകർക്ക് തമാശ രൂപത്തിലെങ്കിലും പിഴയിടും,
ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടിയുടെ അംഗരക്ഷകനായി അറിയപ്പെടുന്ന പോലീസ് തെയ്യം കരിഞ്ചാമുണ്ടിയുടെ പുറപ്പാട് സമയത്താണ് അരങ്ങിലെത്തി നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നത്. ചെണ്ടമേളം ഉയർന്നപ്പോൾ ഡ്യൂട്ടിയിലേർപ്പെട്ട സിവിൽ പോലീസ് ഓഫീസറുടെ ഗൗരവത്തോടെ കാക്കിയും തൊപ്പിയുമണിഞ്ഞ പോലീസ് തെയ്യം ദേവസ്ഥാനത്തിന്റെ തിരുമുറ്റത്തെത്തി. തിരക്കേറിയ സമയത്ത് പോലീസ് തെയ്യം ഭക്തരോട് മാറി നിൽക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ലാത്തിയും മരത്തിൽ തീർത്ത തോക്കുമാണ് പോലീസ് തെയ്യത്തിന്റെ ആയുധം. വെള്ളി തലപ്പാളി അണിയുന്നത് തൊപ്പിക്ക് മുകളിലാണ്. ഭക്തിവിശ്വാസങ്ങൾക്കൊപ്പം തെയ്യാട്ടത്തിലെ അപൂർവ കാഴ്ചയാണിത്. പാനൂക്കാവിലെ കാരണവർ പോലീസ് തെയ്യത്തിന്റെ ഐതിഹ്യം വിശദമാക്കി. അവിടെ കല്യാണത്തെ കോരം കെട്ടിയാണെന്നുണ്ടായി. കല്യാണത്തെ ഈ അമ്മാവന്റെ അച്ഛൻ്റെ അമ്മാവൻ സ്കൂളിൽ പോയി. കല്യാണം എന്റെ തറവാട്ടിൽ കെട്ടിയടിക്കാൻ കഴിഞ്ഞ 2 മണി കുട്ടിയടിക്കുമ്പോ കല്യാണം ഇന്ന് പോയിക്കോ, ഞാൻ കൂടെയുണ്ട്. അപ്പൊ അമ്മാവന് കിട്ടി വെള്ളമായിട്ട് ബൈക്ക് കഴിക്കാൻ വേണ്ടി കിട്ടി വെള്ളമായിട്ട് വരുമ്പോൾ ബൈക്കിൽ പോലീസിൽ ആൾ നടക്കുന്നു. അതിലാൾ നടക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വെട്ടേറ്റ് വെച്ചു. വെച്ച സമയത്ത് ഈ അമ്മാവനാക്കി ഈ കാറിന്റെ വണ്ടിയിൽ പോലീസുകാർ വണ്ടിയിൽ വെള്ളം കൊടുക്കും. വെള്ളം കൊടുത്തവരാണ് പോലീസുകാരൻ ക്ലോസായി. ഈ പോലീസുകാരൻ ഈ തെയ്യത്തിന്റെ കൂടെ തന്നെ വന്നു. അത് തെയ്യക്കോടായിട്ട് മാറി. ക്ഷേത്രസ്ഥാനികരിൽ നിന്ന് അരിയും കുറിയും സ്വീകരിച്ച് ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയാണ് യൂണിഫോമിൽ തെയ്യം അരങ്ങിലെത്തുക. പടന്നക്കാട് പാനൂർക്കാവിൽ മാത്രമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹന മോഷ്ടാക്കളുടെ സൗര്യവിഹാരം. പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ കള്ളത്താക്കോൽ ഉപയോഗിച്ച് കടത്താനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. സിവിൽ പോലീസ് ഓഫീസറുടേതുൾപ്പെടെ നിരവധി വാഹനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമമുണ്ടായി. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹന മോഷ്ടാക്കളുടെ സൗര്യവിഹാരം. പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ കള്ളത്താക്കോൽ ഉപയോഗിച്ച് കടത്താനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. സിവിൽ പോലീസ് ഓഫീസറുടേതുൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമമുണ്ടായി. ദിവസങ്ങൾക്കുള്ളിൽ 4 വാഹനങ്ങളിൽ നിന്ന് ബാറ്ററി മോഷണം നടന്നു. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ വൈക്കത്ത് സ്വദേശിയും കാസർഗോഡ് സിവിൽ പോലീസ് ഓഫീസറുമായ യുവാവിന്റെ ബൈക്ക് മോഷ്ടിക്കാനും ശ്രമം നടന്നിരുന്നു. ട്രെയിനിറങ്ങി ബൈക്ക് എടുക്കാൻ ശ്രമിക്കവെയാണ് താക്കോൽ പഴുതിൽ മോഷ്ടാക്കൾ ഇട്ടു പൊട്ടിയ താക്കോൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടത്. മെക്കാനിക്കിനെ കൊണ്ടുവന്ന് മാറ്റിയാണ് ബൈക്ക് എടുക്കാനായത്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പഴയ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് പകൽ സമയം വാഹന മോഷ്ടാക്കൾ വിലസുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ ബാറ്ററി ബോക്സ് തകർത്താണ് പുത്തൻ ബാറ്ററികൾ മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തങ്കയം സ്വദേശി സി പ്രകാശിന്റെ ബൈക്കിന്റെ ബാറ്ററി ബോക്സ് തകർത്താണ് ബാറ്ററി കൊണ്ടുപോയത്. ഈയക്കാട് സ്വദേശി സ്വർണ്ണാഭരണ തൊഴിലാളി ചന്ദ്രന്റെയും കരിവെള്ളൂർ കുണിയ സ്വദേശിയുടെയും വാഹനങ്ങളിലെ ബാറ്ററികളും മോഷ്ടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വീട് നിർമ്മാണ അനുമതി നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ CPIM ഒഴിഞ്ഞവളപ്പ് ബ്രാഞ്ച് കമ്മിറ്റി കൃഷിഭവനിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഒഴിഞ്ഞവളപ്പിലെ ഒരു കുടുംബത്തിന് വീട് നിർമ്മാണത്തിന് അനുമതി നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെയാണ് CPIM കാഞ്ഞങ്ങാട് കൃഷിഭവനിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വില്ലേജിലെ ഒഴിഞ്ഞവളപ്പ് പ്രദേശത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിന് ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമി തരം മാറ്റി കിട്ടാൻ സാധ്യത ഉണ്ടായിട്ടും അനുമതി ലഭിക്കുന്നതിന് മുൻപ് വീട് പണി പൂർത്തിയായി താമസം തുടങ്ങിയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തെറ്റായ റിപ്പോർട്ടിന്റെ ഫലമായി കുടുംബത്തിന് ഇന്നും വീട് നിർമ്മാണത്തിന് അനുമതി കിട്ടിയില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് CPIM ഒഴിഞ്ഞവളപ്പ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. CPIM കാഞ്ഞങ്ങാട് ലോക്കൽ സെക്രട്ടറി A. ശബരീശൻ സമരം ഉദ്ഘാടനം ചെയ്തു. നയം എന്ന് പറയുന്നത് സാധാരണ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട നയമാണ്.
അതിന് വേണ്ടുന്ന എല്ലാ ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളിലും കാര്യങ്ങളിലും ഗവൺമെൻറ് നടത്തി പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന ഈ വിഷയം 2 വർഷത്തോളമായി ഒരു 5 സെന്റ് ഭൂമിയിൽ വീട് വെക്കുന്നതിന് വേണ്ടി ഒരു സാധാരണക്കാരന്റെ സ്വപ്നമായ ഒരു വീട്, അതും ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിയിൽ അനുവദിക്കുന്ന ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി 2 വർഷത്തോളമായി പല ഓഫീസുകളും കയറിയിറങ്ങിയാണ്. ലോക്കൽ കമ്മിറ്റി അംഗം അഖിൽ OV അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ OV സ്വാഗതം പറഞ്ഞു. M രാജീവൻ അഭിവാദ്യം ചെയ്തു. M രാജീവൻ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. മായത്തി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനും പൊങ്കാല സമർപ്പണത്തിനും താഴേക്കാവിൽ കളിയാട്ടത്തിനും സമാപനമായി. താഴേക്കാവിൽ കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. മായത്തി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം, പൊങ്കാല സമർപ്പണം, താഴേക്കാവിൽ കളിയാട്ടത്തിന് സമാപനമായി. വീരൻ തെയ്യം, കരിഞ്ചാമുണ്ടി, ഗുളികൻ, പൊറോന്തിയമ്മ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് വീരൻ തെയ്യത്തിന്റെയും കരിഞ്ചാമുണ്ടിയമ്മയുടെയും ഗുളികൻ തെയ്യത്തിന്റെയും പൊറോന്തിയമ്മയുടെയും അനുഗ്രഹത്തിനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, രാജപുരം. കേരള NGO അസോസിയേഷൻ നേതാവും സംസ്ഥാന കൗൺസിൽ അംഗവുമായ തൃക്കരിപ്പൂർ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിരമിക്കുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ NE ശിവകുമാറിന് യാത്രയയപ്പ് നൽകി. ആരോഗ്യവകുപ്പിൽ 21 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ NE ശിവകുമാറിന് NGO അസോസിയേഷൻ തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സമ്മേളനം ഒരുക്കിയത്. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഇന്ന് ബ്രാഞ്ച് പ്രസിഡന്റായിരുന്ന ശ്രീ രതീഷും അതുപോലെ ബ്രിജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുമായി കാഞ്ഞങ്ങാട് ബ്രാഞ്ച് കമ്മിറ്റി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ആ ബ്രാഞ്ചിന്
ഒരു നല്ലൊരു സാമ്പത്തിക സ്വരൂപണം നടത്താൻ വേണ്ടി ശ്രീ ശിവകുമാർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ജില്ലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ള ഒരു ബ്രാഞ്ചായി കാഞ്ഞങ്ങാടിനെ മാറ്റിയത് അന്നത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ശിവകുമാറിന്റെയും കൂടി കഴിവുകൊണ്ട് മാത്രമാണ്. ചടങ്ങിൽ ബ്രാഞ്ച് പ്രസിഡന്റ് പി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ അശോക് കുമാർ, സംസ്ഥാന വനിതാ ഫോറം കൺവീനർ OT സൽമത്ത്, സംസ്ഥാന കൌൺസിലർ ബ്രിജേഷ് പൈനി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിജയൻ മണിയറ, ബ്രാഞ്ച് സെക്രട്ടറി ബിജേഷ് ജെറാഡ, P വിനോദ്, A സുബിൻ രാജ്, KV രാധ, K അജിത, ഷേർലി ഉർമീസ്, K പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1977-78 SLC ബാച്ച് സംഗമം സ്കൂളിൽ വെച്ച് നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CH ഹംസ ഉദ്ഘാടനം ചെയ്തു. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1977-78 SLC ബാച്ച് സംഗമം സ്കൂളിൽ വെച്ചാണ് നടന്നത്. അജാനൂർ പഞ്ചായത്ത് മെമ്പർ CH ഹംസ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സൗകര്യങ്ങൾ പഠിക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ പഠിപ്പിന്റെ കാര്യത്തിൽ അധികം കുട്ടികൾ ഇപ്പോൾ ബാക്കോട്ട് പോവുകയാണ്. കാരണം അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മളെ കാലത്ത് നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മളെ ടീച്ചറെ, നമ്മളെ മുതിർന്നവരെ ബഹുമാനിക്കാൻ, അവരെ കാണുമ്പോൾ നമ്മളൊരു ഭയത്തോടു കൂടി ഒരു ബഹുമാനം കൊടുത്താണ് നമ്മുടെ കാലത്ത് നമ്മൾ പഠിച്ചത്. കോർഡിനേറ്റർ A നജീബ് അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിൽ വളർന്നുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്താനും ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രമേയവും പാസാക്കി. ട്രഷറർ K ഹംസ കൊലവേൽ, A സരോജിനി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി K രവീന്ദ്രൻ സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബാരാ തുളിച്ചേരി തറവാട് മൂകാംബിക ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ബാരാ തുളിച്ചേരി തറവാട് മൂകാംബിക ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കടകളുടെയും അകമ്പടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രികളുടെ മഹനീയ കാർമ്മികത്വത്തിലാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. ബാരാ ശ്രീ തുളിച്ചേരി തറവാട് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുകയാണ്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം ഈ തറവാട്ടിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ കലവറ നിറക്കൽ ഘോഷയാത്ര വളരെ പ്രൗഢഗംഭീരമായി നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവം വളരെ വലിയ രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയാണ് ഈ ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ബാര വെടിക്കുന്ന ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് നിന്നും പുറപ്പെട്ട് തുളിച്ചേരി തറവാട് മൂകാംബിക ക്ഷേത്ര സന്നിധിയിലെത്തി. കലവറ ഘോഷയാത്രയിൽ അന്നദാനത്തിനുള്ള ഫലധാന്യ നിവേദ്യങ്ങളുമായി മുത്തുകുടകളുടെയും ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടെ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാരാ തുളിച്ചേരി തറവാട് മൂകാംബിക ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി തന്ത്രീശ്വരന്മാർക്കുള്ള വരവേൽപ്പ് നടന്നു. ബാരാ തുളിച്ചേരി തറവാട് മൂകാംബിക ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആചാര്യ വരവേൽപ്പ് ഒരുക്കിയത്. മഹോത്സവത്തിന്റെ ഭാഗമായി തന്ത്രീശ്വരന്മാർക്ക് ഗംഭീര ആചാര്യ വരവേൽപ്പാണ് നൽകിയത്. ബ്രഹ്മശ്രീ അരവത്ത് KU പത്മനാഭ തന്ത്രികളുടെ മഹനീയ നേതൃത്വത്തിലുള്ള ആചാര്യന്മാർക്കാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭത്തോടെ വരവേൽപ്പ് നൽകിയത്. മുത്തുകുടകളുടെയും ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടെയുള്ള ആചാര്യ വരവേൽപ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു.
ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ നായർ, കൺവീനർ ടി കുഞ്ഞിക്കണ്ണൻ നായർ, ഖജാൻജി ടി മാധവൻ നായർ, തറവാട് കമ്മിറ്റി പ്രസിഡന്റ് ടി നാരായണൻ നായർ മുന്നാട്, സെക്രട്ടറി ടി തമ്പാൻ നായർ കുറ്റിക്കോൽ, ഖജാൻജി ടി വിനോദ് ചെമ്മനാട് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ പൂജകളും കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടർന്നു. ബല്ല അത്തിക്കൂത്ത് AKG മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ 2ാം വാർഷികാഘോഷം വിപുലമായി ആചരിച്ചു. PK നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. ബല്ല അത്തിക്കൂത്ത് AKG മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ 2ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യർ സ്വാർത്ഥമായ ചിന്തകളിലേക്ക് കടന്നു പോകുന്നത്, അവന്റേതായ താല്പര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നത്, നാടിന്റെ കൂട്ടായ്മകളെ മുറുകെ പിടിക്കുന്ന ഇതുപോലെയുള്ള ക്ലബ്ബുകളിൽ സജീവമായി പുതിയ കാലത്തെ ചെറുപ്പക്കാർ വരാതിരിക്കുന്നതിനുള്ള കാരണം ഇവിടെയൊക്കെ പ്രവർത്തിച്ച് സമയം കളഞ്ഞാൽ എനിക്ക് എന്താണ് മെച്ചം എന്ന സ്വാർത്ഥ ചിന്ത അവരെ നയിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ചിന്തകൾ വിപുലപ്പെടുന്ന ഒരു കാലത്ത് കൂട്ടായ്മകളെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനം ഉണ്ടാവണം. അങ്ങനെ ആളുകൾ കൂടുന്നിടത്ത് സ്നേഹവും സന്തോഷവും പങ്കുവെക്കുന്നതിനപ്പുറത്ത് ഏതെങ്കിലും നിലയിലുള്ള കശവിശയും അടിയും കുലുമാലും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നവർ എന്ത് ചെയ്യും? പിന്തിരിഞ്ഞു പോകും. ക്ലബ് സെക്രട്ടറി രാഹുൽ സ്വാഗതവും പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. വാർഡ് കൗൺസിലർ KV സുശീല, DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി അംഗം വിപിൻ ബല്ലത്ത്, M ദിവാകരൻ, P കൃഷ്ണൻ, T മോഹനൻ, സുനിത മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ് ട്രഷറർ അഭിലാഷ് നന്ദി പറഞ്ഞു. തുടർന്ന് പ്രദേശത്തെ കുട്ടികളുടെ കലാപരിപാടികളും സ്വരം ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന കരോക്കി ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെയിലേറ്റ് വീണ തീക്കുരുവിക്ക് രക്ഷകനായി മിലൻ. നീലേശ്വരം NSC ബാങ്ക് റോഡിൽ വീട്ടുമുറ്റത്ത് വെയിലേറ്റ് വീണ തീക്കുരുവിക്ക് രക്ഷകനായത് കേന്ദ്രീയ വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി മിലൻ നന്ദനാണ്. നീലേശ്വരം NSC ബാങ്ക് റോഡിൽ വീട്ടുമുറ്റത്ത് വെയിലേറ്റ് വീണ തീക്കുരുവിക്ക് രക്ഷകനായി നീലേശ്വരം കേന്ദ്രീയ വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി മിലൻ നന്ദൻ. ഏപ്രിൽ 28 ഉച്ചയ്ക്ക് 1 മണിയോടടുത്ത് കനത്ത ചൂടിൽ തളർന്ന് വീട്ടുമുറ്റത്ത് പതിച്ച തീക്കുരുവിയെ മിലൻ കണ്ടു.
ഉടനെ തന്നെ പക്ഷിയെ എടുത്ത് തണലത്തേക്ക് മാറ്റി വെള്ളം കൊടുത്തു. വെള്ളം കുടിക്കാൻ പോലും കഴിയാതെ അവശനായ പക്ഷിയുടെ കൊക്കിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അരമണിക്കൂർ നേരം വിശ്രമിച്ച തീക്കുരുവി ആകാശത്തേക്ക് പറന്നു പൊങ്ങിയപ്പോൾ അടക്കാനാവാത്ത ആനന്ദമാണ് മിലനുണ്ടായത്. നാട്ടുബുൾബുളിനോളം വലിപ്പമുള്ള കാട്ടുപക്ഷിയാണ് തീക്കുരുവി. കാംപിഫാഗിഡെ പക്ഷിക്കുടുംബത്തിൽപ്പെടുന്നു. ശാസ്ത്രനാമം പെരിക്രോകാറ്റസ് ഫ്ലമിയസ് എന്നതാണ്. ആൺപക്ഷികളുടെ തല, കഴുത്ത്, മുഖം, താടി എന്നീ ഭാഗങ്ങളെല്ലാം നല്ല കറുപ്പ് നിറമായിരിക്കും. ചിറകിന്റെ പകുതിയിലധികം ഭാഗവും വാലിന്റെ മധ്യഭാഗത്തുള്ള തൂവലുകളും പക്ഷിയുടെ പുറം ഭാഗത്തും കറുപ്പ് നിറം തന്നെയാണ്. ബാക്കി ഭാഗങ്ങളെല്ലാം കടും ചുവപ്പും. എന്നാൽ പെൺപക്ഷിയുടെ ശരീരത്തിൽ ചുവപ്പ് നിറമേയില്ല. പ്രായപൂർത്തിയെത്താത്ത കുഞ്ഞുങ്ങൾ പെൺപക്ഷിയെ പോലായിരിക്കും. പെൺപക്ഷിയുടെ നെറ്റിത്തടം മുതൽ പുറത്തിന്റെ മധ്യഭാഗം വരെ പച്ച കലർന്ന ചാരനിറവും ചിറകുകളും വാലും മങ്ങിയ കറുപ്പ് നിറവും താടിയും കഴുത്തും മുഖവും ബാക്കി ഭാഗങ്ങളും നല്ല മഞ്ഞ നിറവുമായിരിക്കും. ഉയരം കൂടിയ വൃക്ഷങ്ങളിൽ നിന്ന് മറ്റു വൃക്ഷങ്ങളിലേക്കും ശാഖകളിലേക്കും പറന്ന് പ്രാണികളെയും ചെറുപാറ്റകളെയും ഇവ പിടിച്ചു ഭക്ഷിക്കുന്നു. പ്രാണികളാണ് ഇവയുടെ മുഖ്യ ആഹാരം. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. DNG ഫർണിച്ചർ കാസർഗോഡ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ട് റോഡ് ഷോ സംഘടിപ്പിച്ചു. ഫ്ലാഗ് ഓഫ് മാനേജിംഗ് പാർട്ട്ണർ ഉവൈസ് തുരുത്തി നിർവഹിച്ചു. DNG ഫർണിച്ചർ കാസർഗോഡ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് റോഡ് ഷോയും ഫ്ലാഗ് ഓഫും നടന്നു. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിന് മുന്നിൽ നടന്ന പരിപാടി മാനേജിംഗ് പാർട്ട്ണർ ഉവൈസ് തുരുത്തി ഫ്ലാഗ് ഓഫ് ചെയ്തു. മാനേജർ KN നിസാർ, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ബേക്കലിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 1 കോടി രൂപ പിടികൂടി. മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൾ ഖാദറിൽ നിന്നാണ് 1 കോടി രൂപ കണ്ടെടുത്തത്. BJP സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി കാസർഗോഡ് ജില്ലയിലെത്തിയ രാജീവ് ചന്ദ്രശേഖറിന് ഉജ്ജ്വല സ്വീകരണം. RK മാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസിത കേരള കൺവെൻഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ബാക്രബൈലിൽ യുവാവിന് വെടിയേറ്റ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസമാണ് ബാക്രബൈൽ സ്വദേശി സവാദിന് പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് വെടിയേറ്റത്. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ പോലീസ് തെയ്യം. പടന്നക്കാട് പാനൂക്കാവിലാണ് തെയ്യാട്ടത്തിലെ അപൂർവ കാഴ്ചയായ കാക്കിയണിഞ്ഞ പോലീസ് തെയ്യം ഭക്തർക്കിടയിലെത്തിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹനമോഷ്ടാക്കൾ പെരുകുന്നു. പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ കള്ളത്താക്കോൽ ഉപയോഗിച്ച് കടത്താനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. വീട് നിർമ്മാണാനുമതി നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ CPIM ഒഴിഞ്ഞവളപ്പ് ബ്രാഞ്ച് കമ്മിറ്റി കൃഷിഭവനിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ചിൽ പ്രതിഷേധമിരമ്പി. മായത്തി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനും പൊങ്കാല സമർപ്പണത്തിനും താഴേക്കാവിൽ കളിയാട്ടത്തിനും സമാപനമായി. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.